അലി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗം. സ്നേഹവാത്സല്യങ്ങളുടെ നിറകുടം. അൽ അമീനും അലി ഹൈദറും ആത്മാവുകളുടെ പൊരുത്തം. ഒരേ ഗോത്രം, ഒരേ കുടുംബം, ഒരേ രക്തം. എന്തൊരു ചേർച്ച! ഒരേ ചിന്ത, ഒരേ വികാരം. ഒരാൾ നുബുവത്തിലേക്ക്, മറ്റേയാൾ വിലായത്തിലേക്ക്. അലിയുടെ സൗഭാഗ്യം അത് അവർണ്ണനീയം. ആർക്കും അത് വർണ്ണിക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയെ ചേർത്ത് പിടിച്ചു. അള്ളാഹു ഏതൊരു പ്രകാശത്തെയാണോ ആദ്യം സൃഷ്ടിച്ചത്, ആ പ്രകാശമാണ് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ആ പ്രകാശം തൻ്റെ ആത്മാവിനെ പ്രശോഭിതമാകുന്നു. ഖദീജ റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിച്ച രണ്ടാമത്തെ ഉമ്മയാണിത്. സ്നേഹവാത്സല്യങ്ങളുടെ കേദാരം. 8 വയസ്സ് ബാല്യദശ. പഠനത്തിൻ്റെ കാലം. അലി പഠിക്കുകയാണ്. എന്താണ് പഠന വിഷയം? അൽ അമീൻ്റെയും ഖദീജ ബീവിയുടെയും ജീവിതം. അത് നന്നായി പഠിച്ചറിയുകയാണ് കുട്ടി. ഹിറാ ഗുഹ, മലയുടെ മുകളിലെ ഗുഹ. അധ്വാനിച്ച് കയറിയാൽ അവിടെ എത്താം. കുട്ടി മല കയറിപ്പോയിട്ടുണ്ട്. ഹിറാ ഗുഹ കണ്ടിട്ടുണ്ട്. ആ പ്രദേശമെല്ലാം നല്ല പരിചയമാണ്. അലി ചുറ്റുപാടുകൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. വിശാലമായ മരുഭൂമി നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നു. എണ്ണിയാൽ തീരാത്ത മലകൾ, മൊട്ടക്കുന്നുകൾ, എന്തുമാത്രം പാറക്കെട്ടുകൾ. മീതെ നീലാകാശം. എന്തൊരു സംവിധാനം! കിഴക്കൻ മലകൾക്കപ്പുറത്ത് നിന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ. സൂര്യരശ്മികൾ മരുഭൂമിയെ ചൂട് പിടിപ്പിക്കുന്നു. മരുക്കപ്പൽ എന്ന് പേര് കിട്ടിയ ഒട്ടകം വേണം ചൂടുള്ള മരുഭൂമിയിൽ യാത്ര ചെയ്യാൻ. അൽ അമീൻ വീട്ടിൽ നിന്നിറങ്ങുന്നു. കയ്യിൽ കുറേ നാളത്തേക്കുള്ള ആഹാരവും ഉണ്ടാകും. ഹിറാ ഗുഹയിലേക്ക് പോവുകയാണ്. ഗുഹയിൽ ഏകനായിരിക്കും. അള്ളാഹുമായുള്ള ബന്ധം. ആഹാരം തീർന്നാൽ വീണ്ടും വരും, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടു ചെന്ന് കൊടുക്കും. ഹിറാഹിൽ ഖദീജ ബീവി പോയിട്ടുണ്ട്. അലിയും പോയിട്ടുണ്ട്. അൽ അമീൻ ഹിറാഹിലായിരിക്കുന്ന രാവുകൾ വീട്ടിൽ ഒരു തരം ഏകാന്തത തോന്നും. അൽ അമീനെക്കുറിച്ച് സംസാരിക്കും. ഊണിലും ഉറക്കിലുമെല്ലാം അൽ അമീനെക്കുറിച്ചാണ് ചിന്ത. കഅബ ഷരീഫ്, അതുമായി എന്തൊരു വൈകാരിക ബന്ധം! ചരിത്രം പറയുന്ന മണൽപ്പരപ്പ്, താഴ്ന്നു കിടക്കുന്ന സ്ഥലം, ചുറ്റും മലകൾ. മല പെയ്താൽ വെള്ളം കുത്തിയൊലിക്കും. കഅബയുടെ ചുറ്റും വെള്ളം ഉയരും. പിന്നെ ഭക്തജനങ്ങളുടെ മനസ്സിൽ വെപ്രാളം. പ്രായം ചെന്നവർ എത്രയോ വെള്ളപ്പൊക്കങ്ങളുടെ കഥകൾ പറയുന്നത് കേട്ടിട്ടുമുണ്ട്. തോരാതെ പെയ്ത മഴ, വറുതിയുടെ നാളുകൾ. അങ്ങനെ നീങ്ങിപ്പോവുകയാണ് കാലം. അപ്പോൾ മറക്കാനാവാത്ത ആ രാത്രി കടന്നു വന്നു. പുറത്ത് ആരുടെയോ ശബ്ദം കേട്ടു. എല്ലാവരും ചെവിയോർത്തു. പരിചയമുള്ള സ്വരം, ഉത്കണ്ഠ കലർന്ന സ്വരം. തീർച്ച അൽ അമീൻ തന്നെ. എന്താ ഇത്? ഈ രാത്രി ഇങ്ങനെയൊരു വരവ്? സമ്മിലൂനി എന്ന് പുതപ്പുകൊണ്ട് മൂടിത്തരൂ, പുതപ്പിച്ചു തരൂ. അൽ അമീൻ വന്നു കയറി ഖദീജ ബീവി സ്നേഹത്തോടെ സ്വീകരിച്ചു, പരിചരിച്ചു, കട്ടിൽ കിടത്തി. അങ്ങനെയായിരുന്നു തുടക്കം. ദിവ്യവെളിപ്പാടിൻ്റെ ആരംഭം അത് ഹിറായിലായിരുന്നു. തനിക്കെന്താണ് സംഭവിച്ചത്? എന്തോ പറ്റിയിരിക്കുന്നു. ഇല്ല, ഹിതകരമല്ലാത്തതൊന്നും സംഭവിക്കില്ല. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. ഖദീജ ബീവിയുടെ ആശ്വാസവചനങ്ങൾ. ആ ദിവസങ്ങളിൽ വീട്ടിലെ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലാണ് അലി എന്ന 10 വയസ്സുകാരൻ. അൽ അമീനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സ് നിറയെ. അതുമാത്രം. വീട്ടിൽ കുറേ കുട്ടികളുമുണ്ട്. അൽ അമീൻ്റെ സ്വന്തം മക്കൾ. അവർക്ക് പുറമെ സെയ്ദ് എന്ന കുട്ടി, ഐമൻ എന്ന കുട്ടി. എല്ലാ കുട്ടികളും സംഭവങ്ങൾ അറിയുന്നു. എന്താണെന്ന രൂപവുമില്ല. പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതനാണ് വറഖത്ത് ബിനു നൗഫൽ. പ്രായമേറെ കടന്നു പോയിട്ടുണ്ട്. ഖദീജ ബീവിയുടെ ബന്ധുവാണ്. ദമ്പതികൾ അദ്ദേഹത്തെ കണ്ടു. എല്ലാം വിശദമായി കേട്ടു. എന്നിട്ട് പറഞ്ഞു, സംശയമില്ല, ഇത് ആ മാലാഖ തന്നെ. മൂസ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്ന ദൂതൻ തന്നെ. ഖദീജ, ഇത് ഈ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാകുന്നു. ഈ സമൂഹം നബിയെ ഉപദ്രവിക്കും. നാട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും. ഈ ജനത എന്ന് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ? ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യം. ഇതുപോലുള്ള സന്ദേശങ്ങളുമായി വന്നവർക്കെല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഞാനുണ്ടെങ്കിൽ തീർച്ചയായും സഹായിക്കും. ഏറെ നാൾ കഴിഞ്ഞില്ല. വറഖത്ത് മരണപ്പെട്ടു. ആ വീട്ടിൽ അലി റളിയല്ലാഹുവിന് ഒരു കൂട്ടുകാരനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും സംരക്ഷണയിൽ വളരുന്ന ഒരു ചെറുപ്പക്കാരൻ, സെയ്ദ് ബിനു ഹാരിസ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. നന്നായി ജോലി ചെയ്യും. അമ്പരിപ്പിക്കുന്ന ഒരു കഥയാണ് സെയ്ദിൻ്റെ ജീവിതം. സെയ്ദും അലിയും നല്ല കൂട്ടുകാരനാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും സ്നേഹവാത്സല്യം വേണ്ടുവോളം ലഭിച്ച ഭാഗ്യവാൻ. ഇരുവരും അതിരാവിലെ ഉണരും. കഴിയാവുന്ന ജോലികൾ ചെയ്യും. തമാശകൾ പറയും, ചിരിക്കും. വീട്ടിനകത്തും പുറത്തും ഓടി നടക്കും.
ആഹാരസമയം ആഹ്ലാദത്തിൻ്റെ സമയം. അടുക്കളയിൽ ആഹാരം വിളമ്പൽ തുടങ്ങും. കൂട്ടുകാർ പാത്രങ്ങൾ സുപ്രയിൽ കൊണ്ടുവന്ന് വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികൾ ആഹാരം കഴിക്കാനിരിക്കും. അനൂദിയുടെ നിമിഷങ്ങൾ, മറക്കാനാവാത്ത അനുഭവം. അലി കൂട്ടുകാരൻ്റെ ജീവിതകഥ കേൾക്കാൻ തുടങ്ങി. ആ കഥ കേട്ടാൽ ഏത് കുട്ടിയും ഞെട്ടിപ്പോകും. അങ്ങകലെ ഒരു ഗ്രാമം, പാറക്കെട്ടുകളും മൊട്ടക്കുന്നുകളും അതിരിട്ട് നിർത്തിയ ചെറിയ ഒരു ഗ്രാമം. അവിടെയാണ് പൗരപ്രമുഖനായ ഹാരിസ് താമസിക്കുന്നത്. ഹാരിസിൻ്റെ ഭാര്യ സുഹദ, അവരുടെ ഓമനപുത്രൻ സെയ്ദ്. സ്നേഹത്തിൻ്റെ പൊലിമ നിറഞ്ഞ ജീവിതം, സന്തോഷകരമായ ജീവിതം. ആട്ടിൻപറ്റങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും അവർക്കൊപ്പം ജീവിച്ചു. നന്നായി അധ്വാനിച്ചു, ശാന്തരായി ജീവിച്ചു. അപ്പോഴാണ് ആ സംഭവം നടന്നത്. ഒരു കൂട്ടം ബന്ധുക്കളോടൊപ്പം അവർ യാത്ര ചെയ്യുകയായിരുന്നു. വിജനമായ പാത. പെട്ടെന്ന് കൊള്ളക്കാർ ചാടി വീണു. മിന്നലാക്രമണം നടന്നു. പൊടിപടലങ്ങൾ ഉയർന്നു. ആക്രോശങ്ങൾ, പെണ്ണുങ്ങളുടെ കൂട്ട നിലവിളി. യാത്രക്കാരുടെ കൈവശമുള്ളതെല്ലാം കൊള്ളക്കാർ തട്ടിപ്പറിച്ചു. കുറേ മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അക്കൂട്ടത്തിൽ സെയ്ദും പെട്ടുപോയി. കൊള്ളക്കാർ സ്ഥലം വിട്ടു. വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. സെയ്ദിനെ കാണാനില്ല. മാതാപിതാക്കളുടെ ദുഃഖം പറഞ്ഞറിയിക്കാനായില്ല. സെയ്ദിനെ കൊള്ളക്കാർ കൊണ്ടുപോയി. അവൻ കരഞ്ഞിട്ടും കൊഞ്ചിപ്പറഞ്ഞിട്ടും കൊള്ളക്കാരുടെ ക്രൂരമായ പെരുമാറ്റം തന്നെപ്പോലെ മറ്റു ചിലരെയും കൊള്ളക്കാർ പിടികൂടിയിട്ടുണ്ട്. മുതിർന്നവരുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. തങ്ങൾ അടിമകളായിരിക്കുന്നു. അടിമച്ചന്തയിൽ വിലപേശി വിൽക്കപ്പെടും. എന്തൊരു ദുരവസ്ഥ! കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇനി എന്നെങ്കിലും കണ്ടുമുട്ടാൻ കഴിയുമോ? ഭയന്നത് തന്നെ സംഭവിച്ചു. പിടികൂടിയവരെയെല്ലാം കൊള്ളക്കാർ അടിമക്കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. ഇനി തങ്ങൾ അടിമച്ചന്തയിൽ പ്രദർശന വസ്തുക്കളായി മാറും. ചന്തയിലേക്ക് കൊണ്ടുപോകും മുമ്പ് വയറു നിറയെ ആഹാരം തന്ന് ക്ഷീണം തട്ടാതിരിക്കാൻ ചന്തയിൽ നല്ല ഉത്സാഹത്തോടെ നിൽക്കണം. അപ്പോൾ നല്ല വില കിട്ടും. കച്ചവടക്കാരൻ്റെ നോട്ടം അതാണ്. അടിമകളുടെ വസ്ത്രം ധരിപ്പിച്ചു. സെയ്ദ് അടിമയായി അടയാളപ്പെടുത്തപ്പെട്ടു. ചന്തയിലെത്തി. രാവിലെ മുതൽ ആവശ്യക്കാർ വരവായി. സെയ്ദിന് നല്ല വില നിശ്ചയിച്ചു. പലരും വന്ന് നോക്കിപ്പോയി. വില ചോദിച്ചു. 400 ദിർഹം. അപ്പോൾ സമ്പന്നായൊരു ഖുറൈശി പ്രമുഖൻ അടിമച്ചന്തയിലേക്ക് കടന്നു വന്നു. ഖുവൈലിദിൻ്റെ മകൻ ഹസാമിൻ്റെ മകൻ ഹക്കീമായിരുന്നു ആ പ്രമുഖൻ. ഖുവൈലിദിൻ്റെ മകളാണ് ഖദീജ റളിയല്ലാഹു അൻഹു എന്ന കാര്യം കൂടി ഇവിടെ ഓർക്കുക. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ ഹസാമിൻ്റെ മകനാണ് ഹക്കീം. കച്ചവടക്കാർ ഭവ്യതയോടെ സംസാരിച്ചു. ആരോഗ്യവും അഴകുമുള്ള അടിമകളെ കാണിച്ചു കൊടുത്തു. സെയ്ദിനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. വില ചോദിച്ചു. 400 ദിർഹം. ഹക്കീം കുറേ അടിമകളെ വാങ്ങി. കൂട്ടത്തിൽ സെയ്ദിനെയും വാങ്ങി. സെയ്ദ് പ്രതീക്ഷയോടെ ഹക്കീമിൻ്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ പുതിയ യജമാനൻ തന്നോടിത്തിരി കരുണ കാണിക്കുമോ? ആർക്കറിയാം. അടിമകളെ തെളിച്ചുകൊണ്ട് പോവുകയാണ്. കാലികളെപ്പോലെ സെയ്ദ് നടന്നു. നനഞ്ഞ കണ്ണുകളോടെ ഹക്കീമിൻ്റെ വലിയ വീട്. ഒട്ടകക്കൂട്ടങ്ങൾ മേഞ്ഞു നടക്കുന്നു. ഐശ്വര്യം നിറഞ്ഞേകുന്ന ചുറ്റുപാടുകൾ. തൊഴിലെടുക്കുന്ന അടിമകൾ. അവരുടെ മുഖം പ്രസന്നമാണ്. അവരെല്ലാം ശാന്തരാണ്. ഇവിടെ ശാന്തമായൊരു ജീവിതം കിട്ടണേ. വെള്ളം കിട്ടി, ആഹാരവും കിട്ടി, കിടന്നുറങ്ങാൻ ഇടം കിട്ടി. ശാന്തമായി ഉറങ്ങി. ക്ഷീണം തീർന്നപ്പോൾ ഉത്സാഹമായി. അതിഥികളായി ആരൊക്കെയോ വന്നിട്ടുണ്ട്. അവർ തങ്ങളുടെ സമീപത്തേക്കാണ് വരുന്നത്. പുതുതായി വാങ്ങിയ അടിമകളെ കാണാൻ സെയ്ദ് അതിശയത്തോടെ നോക്കി. കുലീന വനിതയുടെ മനോഹരമായ മുഖത്തേക്ക്. എത്ര മനോഹരിയായ വനിത! എന്തൊരഴക്! ആകർഷകമായ സംസാരരീതി, കാരുണ്യത്തോടെയുള്ള നോട്ടം. ചിരിക്കുമ്പോൾ വല്ലാത്തൊരു ശോഭ. ഹക്കീം അവരോടിങ്ങനെ പറഞ്ഞു. അമ്മായി, ഒരു അടിമയെ ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നു. ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാൻ. ഹക്കീമിൻ്റെ അമ്മായിയാണ് ഈ ബഹുമാന്യയായ വനിത, പിതാവിൻ്റെ സഹോദരി. സെയ്ദ് അവരെ ആദരവോടെ നോക്കി. അവർ സെയ്ദിനെ ദയയോടെ നോക്കി. എനിക്ക് ഇവനെ മതി. അവൻ സെയ്ദിനെ തിരഞ്ഞെടുത്തു. കൊള്ളാം, നല്ലവനാണ്, കൊണ്ടുപോയിക്കൊള്ളൂ. അവർ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയായിരുന്നു. സെയ്ദ് അവരുടെ കൂടെ പോയി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. സമാധാനമായി അവർ ഉമ്മയും മകനും പോലെ കഴിഞ്ഞു. സെയ്ദ് ഉത്സാഹത്തോടെ പണിയെടുത്തു. നല്ല ആഹാരം, നല്ല വസ്ത്രം, വിശ്രമം എല്ലാം ഇഷ്ടമായി. ജീവിതം സന്തോഷകരമായി. അങ്ങനെയിരിക്കെ സെയ്ദ് ഒരു വാർത്തയറിഞ്ഞു. യജമാനത്തിയുടെ വിവാഹം നടക്കാൻ പോകുന്നു. അൽ അമീൻ എന്ന് മക്കക്കാർ വിളിക്കുന്ന യുവാവാണ് വരൻ. വീട്ടിലാകെ സന്തോഷം കതിർ കത്തി നിൽക്കുന്നു. വിവാഹ സുദിനം അടുത്ത് വരുംതോറും ആഹ്ലാദം വർദ്ധിക്കുന്നു. സെയ്ദ് ദുഃഖങ്ങൾ മറന്നു. മനസ്സിൽ സന്തോഷം നിറഞ്ഞു. ഉറങ്ങാൻ വൈകിയ രാവുകൾ.
വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. സെയ്ദ് തന്നെ കൊണ്ടാവുന്ന ജോലികളെല്ലാം ചെയ്യുന്നുമുണ്ട്. യജമാനത്തി ഒരു രാജാത്തി തന്നെ. വീട് നിറയെ വിരുന്നുകാർ. എന്തുമാത്രം ആഹാര സാധനങ്ങളാണ് വെച്ച് വിളമ്പുന്നത്. ആടിനെ അറുക്കാത്ത ദിവസങ്ങളില്ല. ഉച്ചയാവുമ്പോൾ ആട്ടിറച്ചി വേവുന്ന മണം പരക്കും. ഒടുവിൽ ആ സുന്ദര സുദിനമെത്തി. വിവാഹ സുദിനം. പുതിയാപ്പിളയും കൂട്ടരും വരികയാണ്. ഖുറൈശി പ്രമുഖന്മാർ കൂട്ടത്തോടെ വരുന്നു. മക്കയിലെ ഏറ്റവും കുലീനരായ വ്യക്തികൾ. വലിയ പന്തലിൽ എല്ലാവരും എത്തി. ബഹുമാന പുരസ്സരം സ്വീകരിച്ചിരുത്തി. ശീതളപാനീയങ്ങൾ നൽകി വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. എല്ലാറ്റിനും അബൂത്വാലിബിൻ്റെ നേതൃത്വം. കർമ്മങ്ങൾ അവസാനിച്ചു. ഹൃദ്യമായ സദ്യ തുടങ്ങി. എല്ലാവരും ആഹ്ലാദം പങ്കിടുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ നന്നായി ധർമ്മം ചെയ്യാറുണ്ട്. അവരുടെ ഔദാര്യം തേടി വരുന്ന പാവങ്ങൾ ധാരാളമുണ്ട്. അത്തരക്കാർക്കെല്ലാം വേണ്ടുവോളം ആഹാരം നൽകി. വിവാഹത്തിൻ്റെ തിരക്കൊഴിഞ്ഞു. സയ്യിദ് ക്ഷീണിച്ചുപോയി. യജമാനത്തി സയ്യിദിനെ വിളിച്ചു കുളിച്ചു വരാൻ പറഞ്ഞു. നന്നായി കുളിച്ചു വൃത്തിയായി പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. സയ്യിദിനെ യജമാനത്തി കൂട്ടിക്കൊണ്ടുപോയി അൽ അമീൻ്റെ മുമ്പിലേക്ക്. സെയ്ദ് അൽ അമീൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തൊരു ശോഭ! ഇതുപോലുള്ളൊരു മുഖം ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണാനും ആവില്ല. കണ്ടിട്ട് മതിവരുന്നുമില്ല. എന്തൊരു സുഗന്ധം! നോക്കൂ, ഇവന് താങ്കൾക്ക് നൽകുന്നു. ഇതാണെൻ്റെ വിവാഹ സമ്മാനം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ. സെയ്ദ് കോരിത്തരിച്ചു പോയി. അൽ അമീൻ സന്തോഷപൂർവ്വം സമ്മാനം സ്വീകരിച്ചു. സെയ്ദിന് പിതാവിനെ പോലെയായിരുന്നു അൽ അമീൻ. സെയ്ദിൻ്റെ പദവി ഉയർന്നു. വിനയം വർദ്ധിച്ചു. സെയ്ദ് കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ജീവിച്ചു. അങ്ങനെയായിരിക്കുമ്പോഴാണ് അലി എന്ന കുട്ടി വന്ന് ചേരുന്നത്. 6 വയസ്സ് കഴിഞ്ഞിട്ടേയുള്ളൂ. വീട്ടിൽ 2 കുട്ടികൾ, അലിയും സെയ്ദും. പരിശുദ്ധമായ ഇളം മനസ്സുകളുടെ ഉടമകൾ. ഒന്നിച്ചാണ് ആഹാരം. ഒരേ മേൽപ്പുരക്കു കീഴിൽ അന്തിയുറങ്ങുന്നു. എന്തൊരു നിഷ്കളങ്കമായ സ്നേഹബന്ധം! പിൽക്കാല ചരിത്രത്തിൽ അവർ ഇതിഹാസ പുരുഷന്മാരായി മാറി. ധീരതയുടെ പര്യായങ്ങൾ. എത്രയെത്ര രണാങ്കണങ്ങളാണ് അവർ കോരിത്തെരിപ്പിച്ചത്. എത്രയെത്ര മഹനീയ സദസ്സുകളിലാണ് അവർ വാഴ്ത്തപ്പെട്ടത്. പിൽക്കാല തലമുറകൾക്കായി ചരിത്രം ആ വീരസ്മരണകൾ കാത്തു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്കുള്ള ആദ്യ ക്ഷണം, ആ ക്ഷണം വീട്ടിൽ തന്നെയായിരുന്നു നടന്നത്. ആരാധകർ കർഹൻ അള്ളാഹു മാത്രമാകുന്നു. അവനല്ലാതെ ഒരു ആരാധ്യനില്ല. മുഹമ്മദ് അവൻ്റെ ദൂതനാകുന്നു. നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. ആദ്യത്തെ വിളിയാട്ടം. ആ വിളിക്കുത്തരം നൽകാൻ മുമ്പോട്ട് വന്നത് ആരൊക്കെയായിരുന്നു? ഖദീജ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹ, സെയ്ദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെല്ലാം അവർ അപ്പടി വിശ്വസിച്ചു. ഒട്ടും സംശയിച്ചു നിന്നില്ല. ദൃഢവിശ്വാസികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിക്കുന്ന 3 പേർ. അവർക്കത് മനസ്സിൻ്റെ വെളിച്ചമായി മാറി. ആത്മാവിൻ്റെ ശോഭയായി മാറി. അവരാണ് തൗഹീദിൻ്റെ സാക്ഷികൾ, സത്യസാക്ഷികൾ. അവരുടെ ജീവിതം പിൽക്കാലക്കാർക്ക് രോമാഞ്ചനജനകമായ ചരിത്രമായി തീർന്നു. ആദ്യം വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹയും കൂടി നിസ്കരിച്ചു. അത് 10 വയസ്സുകാരനായ അലി കാണാനിടയായി. അതിശയത്തോടെ നോക്കി. നിസ്കാരം കഴിഞ്ഞപ്പോൾ അലി ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ഉപ്പയോട് സമ്മതം ചോദിക്കട്ടെ, എന്നിട്ട് വിശ്വസിക്കാം. കുട്ടിയുടെ ബുദ്ധി നന്നായി പ്രവർത്തിച്ചു. സ്വയം ചിന്തിച്ചു, തന്നെ സൃഷ്ടിച്ചത് അള്ളാഹു, ഉപ്പയെ സൃഷ്ടിച്ചതും അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിൽ വിശ്വസിക്കാൻ ഉപ്പായുടെ സമ്മതം വേണോ? എന്തിന്? ഉപ്പയോട് സമ്മതം ചോദിക്കേണ്ടതില്ലെന്ന് കുട്ടി തീരുമാനിച്ചു. സത്യസാക്ഷ്യം വഹിക്കാൻ സന്നദ്ധനായി. 10-ാം വയസ്സിൽ സത്യസാക്ഷ്യവചനം മൊഴിഞ്ഞു. പിന്നീടുള്ള ജീവിതം ഇസ്ലാമിന് വേണ്ടി തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? 10 വയസ്സുകാരൻ ചിന്തിച്ചു. ആ പ്രായത്തിൽ തന്നെ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. അവയെല്ലാം നന്നായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹ മിടുമിടുക്കനായ കുട്ടിയാണ്. അതിശയിപ്പിക്കുന്ന ഓർമ്മശക്തിയാണ്. കേട്ടാൽ ഉടനെ പഠിക്കും. പഠിച്ചതൊന്നും മറക്കില്ല. എല്ലാം ഓർമ്മയിലുണ്ടാവും. ആവശ്യം വരുമ്പോൾ ഓർമ്മയിൽ നിന്ന് പരതിയെടുക്കും. വളരെ വേഗത്തിൽ തന്നെ ബുദ്ധിശക്തിയും ധീരതയും കുട്ടിക്ക് വേണ്ടുവോളമുണ്ട്. എന്തും നേരിടാനുള്ള മനക്കരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഗാധമായി സ്നേഹിച്ചു. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എന്ത് കൽപ്പിച്ചാലും അനുസരിക്കും. ജീവൻ നൽകാൻ പറഞ്ഞാൽ സന്തോഷത്തോടെ നൽകും. ഒട്ടും സംശയിച്ചു നിൽക്കില്ല.
ഇങ്ങനെയുണ്ടോ ഒരു സമർപ്പണം? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സമർപ്പണം കാലത്തെ അതിശയിപ്പിക്കുന്ന വിധമാണ്. പകരം കിട്ടിയതോ പരിശുദ്ധമായ സ്നേഹം, മികച്ച പരിഗണന, മാനസികമായ പൊരുത്തം, ആത്മാവുകളുടെ അടുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലി റളിയല്ലാഹു അൻഹുവും അവർ പിതാവും പുത്രനും പോലെയാണ്. അകലാൻ കഴിയാത്ത കൂട്ടുകാരെ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുന്നു, അലി കൂടെ ഇറങ്ങുന്നു. രണ്ടുപേരും നടക്കുന്നു. ശാന്തരായ തൊട്ടുള്ള നടപ്പ്, സുന്ദരമായ സായാഹ്നം. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്. വെയിലിന് ചൂട് കുറഞ്ഞു. മരങ്ങളുടെ നിഴലുകൾക്ക് നീളം കൂടിക്കൂടി വരുന്നു. മഹത്തായ കഅബാലയം, അതിനടുത്തുകൂടി ഇരുവരും നടന്നു പോകുന്നു. നിരവധി സന്ദർശകർ വന്നു കൂടിയിട്ടുമുണ്ട്. ചിലർ ബിംബങ്ങളെ വണങ്ങുന്നു, ചിലർ കഅബാലയം ചുറ്റുന്നു. വലിയ ബിംബത്തിന് മുമ്പിൽ ബലി നടത്തിയ മൃഗത്തിൻ്റെ രക്തവും കാഷ്ടവും പരന്നു കിടക്കുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പണിതുയർത്തിയ വിശുദ്ധ ഭവനമാണിത്, തൗഹീദിൻ്റെ കേന്ദ്രം. പിൽക്കാലക്കാർ ഇത് ഷിർക്കിൻ്റെ, അതായത് ബഹുദൈവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റി. കഅബാലയത്തിനകത്തും പുറത്തും ബിംബങ്ങൾ, അവയെ ആരാധിക്കാൻ വന്നെത്തുന്നവരത്ര. കഅബാലയം കടന്നു മുമ്പോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട്. കുട്ടിയെല്ലാം അതീവ ശ്രദ്ധയോടെ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. വിജ്ഞാനത്തിൻ്റെ അമൂല്യമായ മുത്തുകൾ. മറ്റെവിടെ നിന്നും ഇത് കിട്ടില്ല. എന്തൊരു സൗഭാഗ്യം! വിശാലമായ മലഞ്ചരിവ്, നേർത്ത ഇരുൾ വീണു കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. വിജനമായ മലഞ്ചരിവ്, നോക്കത്താവുന്ന അകലത്തിൽ മനുഷ്യരെ കാണാനുമില്ല. നിസ്കാരത്തിന് സമയമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് കുട്ടി തൊട്ടുപിന്നിൽ അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തക്ബീർ ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിച്ചു. കുട്ടിയും തക്ബീർ ചൊല്ലി നിസ്കാരം തുടങ്ങി. സർവശക്തനായ അല്ലാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നു, അവനെ വാഴ്ത്തുന്നു. എല്ലാം അവന് മുമ്പിൽ സമർപ്പിച്ച ഭക്തന്മാർ നിസ്കാരം പൂർത്തിയാക്കി. എന്തൊരാശ്വാസം, സംതൃപ്തി! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ. കുട്ടിയുടെ മനസ്സ് കോരിത്തരിച്ചു. ഇതാണ് സൗഭാഗ്യം. ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യവുമില്ല. മൂകമായ ചുറ്റുപാട്, പരിസരം നിശ്ചലം, മനസ്സ് നിറയെ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ മാത്രം. എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചകൾ മാത്രം. ഉയർന്നു നിൽക്കുന്ന മൊട്ടക്കുന്നുകൾ, ആകാശ നീലിമയിൽ വിഹരിക്കുന്ന മേഘങ്ങൾ, കണ്ണുമീച്ചു നോക്കുന്ന നക്ഷത്രങ്ങൾ, എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. ഇവരുവരും മടങ്ങുകയാണ് വീട്ടിലേക്ക്. കഅബാലയത്തിന് മുമ്പിൽ മണ്ണെണ്ണ വിളക്കിന് നേർത്ത പ്രകാശം. ഇരുട്ട് പരന്ന മുറ്റത്ത് അന്തിയുറങ്ങുന്ന വിദേശികൾ, യാത്രാക്ഷീണം തീർക്കുന്ന ഒട്ടകങ്ങൾ. എല്ലാം പതിവ് കാഴ്ചകൾ തന്നെ. മേഘങ്ങൾക്കിടയിലൂടെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രൻ്റെ മുഖം. അപ്പോൾ വഴിയിൽ നേർത്ത നിലാവ് പരന്നൊഴുകുന്നു. ആ നിലാവെട്ടത്തിൽ ഇരുവരും നടന്നു. വീട്ടിലെത്തി. ഖദീജ റളിയല്ലാഹു അൻഹ ആഹാരം വിളമ്പിക്കൊടുത്തു. ഇരുവരും കഴുകി ഇരുന്നു. ഹൃദ്യമായ ആഹാരം ചവച്ചരച്ചിറക്കുമ്പോഴും കുട്ടിയുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രം. പലരും ഇസ്ലാം മതത്തെക്കുറിച്ച് കേട്ടു. ചിലരൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. പൗരപ്രമുഖൻ, ധനികൻ, മികച്ച വസ്ത്ര വ്യാപാരി, ഉദാരമതി എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് അബൂബക്കർ. മക്കക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ആളാണ്. അൽ അമീൻ്റെ അടുത്ത സ്നേഹിതനുമാണ്. കൂട്ടുകാർ തമ്മിൽ സംസാരിച്ചു. മനസ്സിൽ ഈമാൻ്റെ തിളക്കമുണ്ടായി. പിന്നെയൊട്ടും താമസമുണ്ടായില്ല. സത്യസാക്ഷ്യവചനം ചൊല്ലി മുസ്ലിമായി. ഖദീജ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹ, സയ്യിദ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത്. മക്കയിലെ മറ്റൊരു പ്രമുഖനാണ് ഉസ്മാൻ. സുമുഖനായ ചെറുപ്പക്കാരൻ, വ്യാപാരി, ധനികൻ, ഉദാരമതി എന്നൊക്കെ ഉസ്മാനെ വിശേഷിപ്പിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത കൂട്ടുകാർ തമ്മിൽ സംഭാഷണം നടന്നു. ഇസ്ലാമിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും സംസാരിച്ചു. മനസ്സ് പ്രകാശിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നു ഇസ്ലാം സ്വീകരിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹ, സയ്യിദ് റളിയല്ലാഹു അൻഹ എന്നിവർ വീണ്ടും സന്തോഷഭരിതരായി അള്ളാഹുവിനെ സ്തുതിച്ചു. ചില ദിവസങ്ങളിൽ ചിലർ വരും, ഇസ്ലാം മതം സ്വീകരിക്കും. പലരും അടിമകളായിരുന്നു. തീരെ സാമ്പത്തിക ശേഷിയില്ലാത്തവർ വന്നു സത്യം സ്വീകരിച്ചു. ഇങ്ങനെയുള്ള ദുർബലർക്ക് ഖദീജ റളിയല്ലാഹു അൻഹ പണം നൽകി, ആഹാരവും നൽകി, വസ്ത്രവും നൽകി. അയൽ നാടുകളിൽ നിന്ന് ചിലർ വരും, മക്കയിൽ ചുറ്റി നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കേട്ടിട്ട് വന്നതാണ്, കാണാൻ ആഗ്രഹിച്ചു വന്നതാണ്. ആരോടും അന്വേഷിക്കില്ല. മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായി കഴിഞ്ഞിട്ടുണ്ട്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദിച്ചാൽ കുഴപ്പവുമാവും. ഇത്തരക്കാരെ അലി റളിയല്ലാഹു അൻഹു നോട്ടമിടും.
അവരുടെ ചലനങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ അടുത്തുകൂടും, പരിചയപ്പെടും, സംസാരിക്കും, എന്തിനു വന്നു എന്ന് അന്വേഷിക്കും. അവർ ചില സൂചനകൾ നൽകും. നബിയെയാണ് പറയുന്നത്, ഒരാൾ ഇവിടെയുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം വന്ന് കിട്ടിയാൽ മതി. പിന്നെ കാര്യങ്ങളെല്ലാം അലി എന്ന കുട്ടി വിശദീകരിച്ചു കൊടുക്കും. ആഗതൻ്റെ കാര്യം ഏറ്റെടുക്കും. ആരും കാണാതെ വളരെ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തെത്തും. അദ്ദേഹം സത്യസാക്ഷ്യവചനം മൊഴിയുന്നത് രോമാഞ്ചത്തോടെ നോക്കി നിൽക്കും. ഇങ്ങനെയുള്ളവരെ ഇടയ്ക്കിടെ കണ്ടുമുട്ടും. ഒരു ദിവസം ഒരു വിദേശിയെ കണ്ടു. അദ്ദേഹം ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹു നോട്ടമിട്ടു. രാത്രി ആഹാരം കഴിക്കുന്നതും ഉറങ്ങാൻ കിടക്കുന്നതും കണ്ടു. അന്ന് സംസാരിക്കാൻ പോയില്ല. അടുത്ത ദിവസം സംസാരിച്ചു. പേരും നാടും ചോദിച്ചറിഞ്ഞു. പേര് അബൂദർ ഗിഫാർ, ഗോത്രക്കാരനാണ്. യസ്രിബിലാണ് ഗിഫാർ ഗോത്രം താമസിക്കുന്നത്. മക്കക്കാരുടെ യാത്രാ സംഘങ്ങൾ അതുവഴിയാണ് പോകുന്നത്. അന്ത്യപ്രവാചകൻ ആഗതനായി എന്ന് കേട്ടുവന്നതാണ്. നേരത്തെ തൻ്റെ സഹോദരനെ മക്കയിലേക്ക് അയച്ചിരുന്നു. അദ്ദേഹം മക്കയിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടി. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രമിച്ചു. യസ്രിബിൽ മടങ്ങിയെത്തി അബൂദറിനോട് സന്തോഷവാർത്ത അറിയിച്ചു. ആവേശഭരിതനായ അബൂദർ ഉടനെ മക്കയിലേക്ക് പുറപ്പെട്ടതാണ്. ചോദിക്കാൻ പറ്റിയ ആരെയും കാണാതെ വിഷമിക്കുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു വളരെ രഹസ്യമായി അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചു. ഇക്കാര്യം വളരെ രഹസ്യമാക്കി വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഉപദേശിച്ചു. അദ്ദേഹം കഅബാലയത്തിൽ വന്നു. താൻ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം പ്രഖ്യാപിച്ചു. ഖുറൈശികൾ മർദ്ദനവും തുടങ്ങി. കച്ചവടക്കാരോ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. വിളിച്ചു പറഞ്ഞു ഒന്നടങ്ങിക്കിട്ടി. അവശനായ അബൂദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ചു. സമാധാനമായ പല സംഭവങ്ങൾക്കും അലി റളിയല്ലാഹു അൻഹു സാക്ഷിയായി. ഇസ്ലാം മതം സ്വീകരിച്ച പലരെയും ഖുറൈശികൾ തിരഞ്ഞു പിടിച്ച് മർദ്ദിക്കാൻ തുടങ്ങി. മർദ്ദനങ്ങളുടെ വേദനിപ്പിക്കുന്ന കഥകൾ അലി റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ടിരുന്നു. ഇളം മനസ്സ് പിടഞ്ഞുപോയ ദിവസങ്ങൾ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു അൻഹുവും വിജനമായ മലഞ്ചരിവിലെത്തി. അവർ നിസ്കാരം തുടങ്ങി. എവിടെയോ പോയ അബൂ ത്വാലിബ് അതുവഴി നടന്നു വരികയായിരുന്നു. രണ്ടുപേരെയും കണ്ടു. അതിശയത്തോടെ നോക്കി. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ അവർ അബൂ ത്വാലിബിനെ കണ്ടു. പരസ്പരം നോക്കി. അതിശയവും ആകാംക്ഷയും നിറഞ്ഞ ഓട്ടം. നിങ്ങളെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ആരാധനയിലായിരുന്നു. ഏത് മതത്തിലെ ആരാധനയാണിത്? അള്ളാഹുവിൻ്റെ മതം, മലക്കുകളുടെയും പ്രവാചകന്മാരുടെയും മതം, നമ്മുടെ പൂർവ്വപിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ മതം. ആ മതത്തിലെ ആരാധന നിസ്കാരം. ഇസ്ലാം മതം ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും അങ്ങ് സാക്ഷ്യം വഹിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയപൂർവ്വം അപേക്ഷിച്ചു. നിന്റെ മതം സ്വീകരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഖുറൈശികളുടെ നടപടികൾ കൈവെടിയാൻ എന്നെക്കൊണ്ടാവില്ല. നീ നിന്റെ ദൗത്യവുമായി മുമ്പോട്ട് പോവുക. എന്നെക്കൊണ്ടാവുന്ന എല്ലാ സംരക്ഷണവും ഞാൻ നൽകും. സഹോദരപുത്രൻ പറയുന്നത് സത്യമാണെന്ന് അബൂ ത്വാലിബിന് അറിയാം. അതുകൊണ്ടാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. നിലവിലുള്ള നടവഴികൾ കൈവഴിയാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം മകൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്താണ് നിന്റെ നിലപാട്? ഉപ്പ, ഞാൻ സത്യസാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അവൻ്റെ റസൂലിനെ അനുഗമിക്കുന്നു. ഉപ്പയുടെ പ്രതികരണം ഇങ്ങനെ: അവൻ നല്ല കാര്യത്തിലേക്കാണ് നിന്നെ ക്ഷണിച്ചിരിക്കുന്നത്. നീ അത് സ്വീകരിച്ചത് നന്നായി. അത് മുറുകെ പിടിച്ച് മുമ്പോട്ട് പോവുക. പുത്രന് പിതാവിൻ്റെ ആശീർവാദം. അവർ സംസാരിച്ചു കൊണ്ട് നടന്നു. കഅബാലയത്തിനടുത്ത് വെച്ച് അവർ വഴിപിരിഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ ഒരു മോഹവുമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. അവർ ഈ സന്ദേശം സ്വീകരിച്ചെങ്കിൽ എത്ര നന്നായേനെ. എപ്പോഴും അതാണ് ചിന്ത. ഉമ്മ മുസ്ലിമാവണം. അൽ അമീനെ അവർ വല്ലാതെ സ്നേഹിക്കുന്നു, ജീവനേക്കാളേറെ. അൽ അമീൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കും. വല്ലാത്തൊരു പ്രതീക്ഷ. ഒടുവിൽ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. അൽ അമീൻ ക്ഷണിച്ചു. അവർ ക്ഷണം സ്വീകരിച്ചു. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് അവൻ്റെ റസൂലാണെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. കരുത്തുറ്റ ഈമാൻ അവരുടെ മനസ്സിൽ വച്ചു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ അന്നെന്തൊരു സന്തോഷമായിരുന്നു. തൻ്റെ ഉമ്മ, മുസ്ലിമായ ഉമ്മ. എൻ്റെ ഉമ്മാക്ക് ശേഷം അള്ളാഹു എനിക്ക് നൽകിയ ഉമ്മയാണിത്. അൽ അമീൻ അങ്ങനെ പ്രഖ്യാപിച്ചു. അബൂ താലിബിൻ്റെ ഭാര്യ ഫാത്തിമ. അവർ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. പേരെടുത്ത തറവാടുകളിലെ കുലീന വനിതകൾ ഞെട്ടിപ്പോയി. വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയർന്നു. പരിഹാസത്തിൻ്റെ നോട്ടങ്ങളും വാക്കുകളും വരാൻ തുടങ്ങി.
പ്രതികൂല സാഹചര്യവും നേരിടാൻ ആദ്യകാല സ്വഹാബി വനിതയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ സജ്ജയായി കഴിഞ്ഞു. ഖുറൈശികളുടെ ക്രൂരമർദ്ദനങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴിതാ പുതിയൊരു പീഡന രീതി സ്വീകരിച്ചിരിക്കുന്നു: ബഹിഷ്കരണം. ബനു ഹാഷിം കുടുംബത്തെ എല്ലാ രംഗങ്ങളിലും ബഹിഷ്കരിക്കുക. ഒരു സഹകരണവും പാടില്ല. ബഹിഷ്കരണ വ്യവസ്ഥകൾ എഴുതിയുണ്ടാക്കി കഅബാലയത്തിൻ്റെ ചുമരിൽ ഒട്ടിച്ചു വെച്ചു. ബനു ഹാഷിം കുടുംബക്കാരുമായി സംസാരിക്കരുത്. ഒരു വസ്തുവും അവർക്ക് നൽകില്ല. വിൽപ്പന നടത്തില്ല. അവരിൽ നിന്ന് ഒരു വസ്തുവും വിലക്ക് വാങ്ങില്ല. അല്ലാതെയും വാങ്ങില്ല. വിവാഹബന്ധം പാടില്ല. ഒരു ചടങ്ങിനും ക്ഷണിക്കില്ല. അങ്ങനെ പോകുന്നു വ്യവസ്ഥകൾ. മക്കയിലേക്ക് ഇറങ്ങാൻ വയ്യ. കണ്ടാൽ എല്ലാവരും മുഖം തിരിച്ചു കളയും. ബനു ഹാഷിം ഒറ്റപ്പെട്ടു. അബൂ ത്വാലിബിൻ്റെ താഴ്വര എല്ലാവരും അവിടേക്ക് നീങ്ങി. അലി റളിയല്ലാഹു അൻഹു വേദനയോടെ പിതാവിനെ നോക്കി. വൃദ്ധനായ പിതാവിനെയും ബഹിഷ്കരിച്ചിരിക്കുന്നു. പിതാവ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ബഹിഷ്കരണത്തിൻ്റെ കാരണം. ഖദീജ റളിയല്ലാഹു അൻഹ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു. ക്ഷീണമുണ്ട്. അവരും ബഹിഷ്കരിക്കപ്പെട്ടു. എല്ലാവരും മലഞ്ചെരിവിലാണ്. കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ തീർന്നു. ഇനി എന്ത്? സാധനങ്ങൾ വാങ്ങാൻ കിട്ടില്ല. ആരും ഒന്നും വിൽക്കില്ല. വെറുതെയും തരില്ല. എല്ലാവരും ഖുറൈശികളുടെ കൽപ്പന അനുസരിക്കുന്നു. വറുതികളുടെ നാളുകൾ വന്നു. ചെറുപ്പക്കാരനായ അലി റളിയല്ലാഹു അൻഹു ശരിക്കും പട്ടിണിയുടെ സ്വാദറിഞ്ഞു. ആഹാരം ലഭിക്കാത്ത രാപ്പകലുകൾ, പട്ടിണി കിടക്കുന്ന മാതാപിതാക്കൾ കണ്ടു സഹിക്കാനാവുന്നില്ല. മരത്തിൻ്റെ ഇലകൾ വരെ ഭക്ഷിച്ചു. 3 വർഷങ്ങൾ ഇതേ നിലയിൽ തുടർന്നു. ബഹിഷ്കരണത്തിൻ്റെ വ്യവസ്ഥകൾ എഴുതിയ കടലാസ് ചിതൽ തിന്നുപോയി. ചില നല്ല മനുഷ്യർ ഇടപെട്ടു. ബഹിഷ്കരണം അവസാനിച്ചു. മലഞ്ചെരിവിലുള്ളവർ പുറത്തു വന്നു. എല്ലും തോലുമായി നടന്നു വന്നു. ശരീരം തകർന്നെങ്കിലും മനസ്സ് തളർന്നില്ല. പിതാവിൻ്റെ അവസ്ഥ ദയനീയമാണ്. ശരീരത്തിൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുന്നു. ശയ്യാവലംബിയായിപ്പോയി. പരിചരണം കൊണ്ട് കാര്യമുണ്ടായില്ല. മരുന്നുകൾ ഫലം ചെയ്തില്ല. മക്കയുടെ നായകൻ അബൂ ത്വാലിബ് മരണപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു അവരുടെ നയങ്ങൾ നിറഞ്ഞൊഴുകി. കടുത്ത ദുഃഖം കടിച്ചിറക്കി. മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ചു. മയ്യത്ത് കട്ടിൽ വീട്ടിൽ നിന്ന് നീങ്ങി. മയ്യത്ത് കട്ടിലും വലിയ ജനക്കൂട്ടവും നീങ്ങിപ്പോയി. ഫാത്തിമാക്ക് സങ്കടം അടക്കാനായില്ല. അലി റളിയല്ലാഹു അൻഹു എല്ലായിടത്തും ഓടി നടക്കുന്നു. വീട്ടുകാര്യങ്ങൾ നിർവഹിക്കുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കിടപ്പിലുമാണ്. രോഗം മൂർച്ഛിച്ചു വരികയാണ്. മരുന്നുകൾ ഫലവും ചെയ്യുന്നില്ല. രണ്ടാമത്തെ അഭയകേന്ദ്രവും നഷ്ടപ്പെടുകയാണ്. അവർ ധനികയായിരുന്നു. ഉള്ളതെല്ലാം മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചെലവാക്കി. കാര്യമായിട്ടൊന്നും കൈവശവുമില്ല. എല്ലാം അലി റളിയല്ലാഹുവിനറിയാം. ഒടുവിൽ ആ ദുഃഖവാർത്തയും മക്ക പട്ടണം കേട്ടു. മക്കയുടെ നായിക ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അലി റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കി. നോക്കാനാവുന്നില്ല. എന്തൊരു വേദനയാണ് അവിടെ തളം കെട്ടി നിൽക്കുന്നത്. മരണാനന്തര കർമ്മങ്ങൾ ഉറപ്പോലെ നടന്നു. അലി റളിയല്ലാഹു അൻഹു ഓടി നടന്ന് വേണ്ടതെല്ലാം ചെയ്യുന്നുമുണ്ട്. മയ്യത്ത് കട്ടിലെത്തി. മയ്യത്ത് അതിൽ കിടത്തി. ജനക്കൂട്ടം അതുമായി പടിയിറങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹ മണ്ണിലേക്ക് മടങ്ങി. അഭയസ്ഥാനങ്ങൾ രണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു ആ ദിവസങ്ങളിൽ എന്തൊരു വേദനയാണ് സഹിച്ചത്. 2 പേരും ഒരേ വർഷമാണ് മരണപ്പെട്ടത്. ചരിത്രം ആ വർഷത്തെ ദുഃഖവർഷമെന്ന് വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം അലി റളിയല്ലാഹു അൻഹു നേരിട്ട് കാണുകയാണ്. ഖുറൈശികളുടെ ആഹ്ലാദവും കാണുന്നുണ്ട്. മുഹമ്മദിനെ ഇനി ആര് സംരക്ഷിക്കും? അബൂ ത്വാലിബ് പോയില്ലേ? ഖദീജയും പോയില്ലേ? തങ്ങൾക്കിനി ആരെയും ഭയപ്പെടാനില്ല. ഇനി ഒരു കൈ നോക്കാം. എന്തെല്ലാം പരിഹാസങ്ങൾ! എല്ലാം അലി റളിയല്ലാഹു അൻഹു കേൾക്കുന്നു, അനുഭവിക്കുന്നു. ഖുറൈശികൾ പീഡനങ്ങൾക്ക് ശക്തി കൂട്ടി. ഈ ഘട്ടത്തിൽ യസ്രീബിൽ നിന്ന് ഒരു സംഘം ആളുകൾ മക്കയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംസാരിച്ചു. ചില ഉടമ്പകളിൽ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ യസ്രീബിലേക്ക് ക്ഷണിച്ചു. യസ്രിബ് ഒരു അഭയ കേന്ദ്രമായിരിക്കും. മുസ്ലിങ്ങളെ അങ്ങോട്ടയക്കാം. മക്കയിൽ തങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു. ഹിജ്റ വിശുദ്ധ പാലായണം. അതിന് സമയമായിരിക്കുന്നു. ഒറ്റയാനും ചെറു സംഘങ്ങളായി നാടുവിടുക. ഖുറൈശികൾ അറിയരുത്. അറിഞ്ഞാൽ സമ്മതിക്കില്ല. ആക്രമിക്കും. മരണം വരെ സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികൾക്ക് നിർദ്ദേശം നൽകി. പരമരഹസ്യമായി യാത്രയുടെ ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാ കാര്യങ്ങളിലും അലി റളിയല്ലാഹു അൻഹു പങ്കുവഹിക്കുന്നു. രഹസ്യമായി സന്ദേശങ്ങൾ കൈമാറുന്നതിലും യാത്രയുടെ ഒരുക്കങ്ങളിലുമെല്ലാം സഹായിയാണ്. പിന്നെ പിറന്ന നാട്, പിച്ചുവെച്ച് നടന്ന നാട്, വിയർപ്പൊഴുക്കിയ അധ്വാനിച്ച നാട്. ആ നാടിനോട് വിട പറയുക. എല്ലാ മനസ്സിലും വേർപാടിൻ്റെ വേദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിക്ക ദിവസങ്ങളിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോവും.
അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലും വരും. മുസ്ലിങ്ങളുടെ പൊതുകാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കും. മുസ്ലിങ്ങൾ വ്യക്തികളും ചെറു സംഘങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നുകൊണ്ടിരുന്നു. മിക്കയാളുകളും അലി റളിയല്ലാഹു അൻഹുവിനെയും കാണുന്നു. വേണ്ട ഉപദേശങ്ങൾ നൽകി അവരെ യാത്രയയക്കുന്നു. മിസ്ഹബിന് ഉമൈർ റളിയല്ലാഹു അൻഹു യസ്രിബിലുണ്ട്. മഹാനായ സ്വഹാബി വര്യൻ യസ്രിബുകാരെ മതം പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചതാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രമഫലമായി ധാരാളം ആളുകൾ യസ്രിബിൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ മക്ക വിടാൻ തുടങ്ങി. ആരും അറിഞ്ഞില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ ദിനരാത്രങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. മക്കയിൽ ചില ആളുകളെ കാണാനില്ല. കുറേ ദിവസങ്ങളായി കാണാനില്ല. ഖുറൈശികൾ പരസ്പരം അന്വേഷണം തുടങ്ങി. ഇവരൊക്കെ എവിടെ പോയി? ചോദ്യം കേട്ടവർ വേറെ ചിലരെക്കുറിച്ചായി അന്വേഷണം. അവരെയും കാണാനുമില്ല. മർദ്ദിക്കപ്പെട്ട പലരെയും കാണാനുമില്ല. അവർ നമ്മെ കബളിപ്പിച്ച് കടന്നിരിക്കുന്നു. ഇനിയുള്ളവരെയെങ്കിലും പിടികൂടണം. മക്കയിലൊരു തരം ഉത്കണ്ഠ പരന്നു. രക്ഷപ്പെട്ടവർ യസ്രിബിലേക്ക് പോയിരിക്കാമെന്നാണ് ഊഹം. മുഹമ്മദ് മക്കയിൽ തന്നെയുണ്ട്. അബൂബക്കർ സ്ഥലത്തുമുണ്ട്. അലിയെയും കാണാനുമുണ്ട്. ഇവരും സ്ഥലം വിടുമോ? അവരെ വിടരുത്. മുഹാജിറുകൾ, ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വദേശം വിട്ട മുഹാജിറുകൾ, അവരാണ് ഈ സമൂഹത്തിലെ മഹാന്മാർ. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കാത്തിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കൽപ്പന കിട്ടിയാൽ പുറപ്പെടും. യാത്രയിലെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുയുടെ മക്കയിൽ ബാക്കിയാവും. നിശ്ചിത സമയം വരെ. സമയമായാൽ സ്ഥലം വിടും. വല്ലാത്ത ഉത്കണ്ഠ നിറഞ്ഞ ദിവസങ്ങളാണ് ഇനി മക്കയിൽ വരാനുള്ളത്. ദാറുൻ നദ്വ ഖുറൈശികളുടെ മക്കയിലെ പൊതുവേദിയാണിത്. പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവിടെയാണ് യോഗം ചേരുക. പ്രമുഖരെല്ലാം എത്തിക്കഴിഞ്ഞു. വളരെ ഗൗരവമുള്ള വിഷയം സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മുഹമ്മദ്. അവനെ ഇല്ലായ്മ ചെയ്യണം. ഇതാണ് വിഷയം. എല്ലാവരും ഗൗരവ ചിന്തയിലാണ്. ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇവിടെ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നത്. തങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കിക്കളഞ്ഞില്ലേ? മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കാൻ എത്രയോ ആളുകൾ ധൈര്യം പ്രകടിപ്പിച്ചില്ലേ? മുഹമ്മദിൻ്റെ അനുയായികൾ മിക്കവാറും മക്ക വിട്ടു കഴിഞ്ഞു. അവർ യസ്രിബിലേക്കാണ് പോയത്. കാലം ചെല്ലുമ്പോൾ അവർ ശക്തിയായി മാറും. ഒരു കാലം വരും, അന്നവർ മക്കയിൽ തിരിച്ചു വന്ന് തങ്ങളോട് പ്രതികാരം ചെയ്തേക്കാം. യോഗാന്തരീക്ഷം ചൂടുപിടിക്കുകയാണ്. പലരും തീവ്ര വികാരം പ്രകടിപ്പിക്കുന്നു. മുഹമ്മദിനെ വധിക്കുക. മറ്റൊരു തീരുമാനം വേണ്ട. എങ്ങനെ വധിക്കും? ബനു ഹാഷിം പ്രതികാരം ചെയ്യില്ലേ? അതിന് വഴിയുണ്ട്. എല്ലാം തറവാട്ടിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുക്കുക. അവർ വാളുമായി വീടിന് ചുറ്റും നിൽക്കുക. രാവിലെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കൂടി വെട്ടിക്കൊല്ലുക. കോലായിൽ ധാരാളം പേർ പങ്കാളികളാവുക. ബനു ഹാഷിം ആരോടാണ് പ്രതികാരം ചെയ്യുക? നമുക്ക് നഷ്ടപരിഹാരം നൽകാം. ഒരാളുടെ രക്തത്തിൽ നിന്നും വില അത്ര തന്നെ. അവർ തീരുമാനത്തിലെത്തി. വിവരം പരമരഹസ്യമാക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം നൽകി. ആ രാത്രി തന്നെ മക്ക വിട്ടുപോവാൻ അനുമതിയും നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി. യാത്രയുടെ ഒരുക്കങ്ങൾ നടത്താൻ ആവശ്യപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവിനെ ചില ചുമതലകൾ ഏൽപ്പിക്കുകയാണ്. ജീവൻ അപകടത്തിൽപ്പെടാവുന്ന ചുമതലകളാണ്. തൻ്റെ വിരിപ്പിൽ ആ രാത്രി കിടന്നിറങ്ങുക. അലി റളിയല്ലാഹു അൻഹു ആ ചുമതല ഏറ്റെടുത്തു. ശത്രുക്കളുടെ വാളിനു നേരെ കഴുത്ത് നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് പോലെയാണത്. ജീവിതവും മരണവും അള്ളാഹുവിൻ്റെ ഭരമേൽപ്പിച്ച അലി റളിയല്ലാഹുവിനെ മറ്റൊന്നും ചിന്തിക്കാനാവില്ല. ആ വീടിന് ചുറ്റും ഇരുട്ടും മൂടി. ശത്രുക്കൾ പതുങ്ങി പതുങ്ങി വന്നു. അവരുടെ കൈകളിൽ മൂർച്ച കൂടിയ വാൾ. അവർ അതുമായി നിലയുറപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിൽ കിടന്നു. നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്തു. രാവിലെ എന്തും സംഭവിക്കാം. ഉന്നം വെച്ച ആളിനെ കിട്ടാതെ വരുമ്പോൾ ശത്രുക്കൾ പ്രതികാരം തീർത്തേക്കാം. ആ ചിന്തയൊന്നും ഉറക്കിന് തടസ്സമായില്ല. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി. ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ മുഖത്തേക്കെറിഞ്ഞു. അവർക്കൊന്നും കാണാൻ വയ്യാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോയി. ആരും കണ്ടില്ല. പ്രഭാതമായി ശത്രുക്കൾ വാതിൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കി. കട്ടിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ആശ്വാസമായി. പിന്നെയും കുറേ നേരം കാത്തിരുന്നു. വാതിൽ തുറക്കപ്പെട്ടു. പുറത്തു വന്നത് അലി. പിന്നത്തെ കഥ പറയണോ? ആൾബലവും ആയുധബലവും കൊണ്ട് എന്ത് കാര്യം? തങ്ങളെ കബളിപ്പിച്ചു കടന്നു കളഞ്ഞില്ലേ? പിടികൂടാനുള്ള നെട്ടോട്ടം തുടങ്ങി. അബൂബക്കറിനെയും കാണാനില്ലെന്ന വാർത്ത പരന്നു. ശത്രുക്കളുടെ മധ്യത്തിൽ അലി
റളിയല്ലാഹു അൻഹ ഒറ്റക്കായി. ആളുകൾ പല സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അവയെല്ലാം ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കണം. അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമതലയാണ്. 3 ദിവസം കൊണ്ട് എല്ലാം തീർക്കണം. എന്നിട്ട് വളരെ രഹസ്യമായി നാടുവിടണം. തനിക്കും കിട്ടണം ഹിജ്റയുടെ പ്രതിഫലം. മക്കയിലെ 3 ദിവസങ്ങൾ മറക്കാനാവാത്ത ദിവസങ്ങൾ തന്നെയാണവ. മക്ക ഇളകി മറിയുകയാണ്. പ്രവാചകനെ പിടികൂടാനുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നു. പിടികൂടുന്നവർക്ക് വമ്പിച്ച ഇനാം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടികൂടണം, സമ്മാനം നേടണം. എത്രയോ സാഹസികന്മാർ നെട്ടോട്ടം ഓടുകയാണ്. അലി റളിയല്ലാഹു അൻഹു എല്ലാം കാണുന്നു. എന്തൊരു കാഴ്ച! 3 ദിവസങ്ങൾ കൊണ്ട് ചുമതലകൾ പൂർത്തിയാക്കി. സൂക്ഷിപ്പു സാധനങ്ങൾ ഉടമസ്ഥർക്കു നൽകി. ഈ നാട് വിടണം. എങ്ങനെ? രാത്രിയുടെ ഇരുട്ടിൽ യാത്ര ചെയ്യും. നേരം വെളുത്താൽ ഒളിച്ചിരിക്കും. ദീർഘദൂരം നടന്നു. കാലുകൾ പൊട്ടി നീര് വന്നു. വീർത്തു നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്നിട്ടും നടന്നു. കാലിൽ തുണി ചുറ്റിക്കെട്ടി. ഉറക്കമില്ലാത്ത രാവുകൾ. ക്ഷീണിച്ചു വിവശനായി ദീർഘദൂരം നടന്ന് ഖുബായിലെത്തി. മുസ്ലിങ്ങളുള്ള ഗ്രാമപ്രദേശം. മുസ്ലിം വീട് കണ്ടെത്തി. ശയ്യയിൽ വീണുപോയി. വാർത്ത പ്രചരിക്കാൻ ഏറെ സമയം വേണ്ട. അലി റളിയല്ലാഹു അൻഹു എത്തിയ വാർത്ത പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുബായിൽ തന്നെ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അലിക്കു സുഖമില്ലെന്നറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. ആ കൂടിക്കാഴ്ച വളരെ വികാരഭരിതമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൃതിയിൽ നടന്നു വരികയാണ്. അലിയെ കാണാൻ സ്വഹാബികൾ കൂടി നിൽപ്പുണ്ട്. അലി റളിയല്ലാഹു അൻഹു കിടന്ന കിടപ്പിൽ നിന്നേൽക്കാൻ പാടുപെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കാണുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നയനങ്ങൾ നിറയുന്നു. സലാം ചൊല്ലി സ്നേഹപരസ്യങ്ങളുടെ പ്രവാഹം. അലി റളിയല്ലാഹു അൻഹു കാലുകൾ നീട്ടിവെച്ചു. മുറിവുകൾ, കാൽ നിറയെ നീര്, തുണി കൊണ്ടുള്ള ചുറ്റിക്കെട്ട്. എന്തൊരു ത്യാഗം! കെട്ടുകൾ അയച്ചു മാറ്റി. മുറിവുകൾ പരിശോധിച്ചു. കാലിലെ വ്രണം കാരണം എനിക്ക് നടക്കാൻ പറ്റിയില്ല. അങ്ങയെ വന്നു കാണാൻ കഴിഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു വേദനയോടെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകുന്നത് ചുറ്റുനിന്നവർ കണ്ടു. നീര് വന്ന ഭാഗത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നീര് പുരട്ടി ഇരു കരങ്ങൾ കൊണ്ടും കാൽ തടവി കൊടുത്തു. പുണ്യം നിറഞ്ഞ കരങ്ങൾ കൊണ്ടുള്ള തടവൽ. ആ തടവലിന് അത്ഭുതം ശക്തിയുമുണ്ട്. ഈ കാലുകൾ കടന്നു പോവരുത്. ഈ കാലുകൾ ബലം കൂടിയതാവണം. വേദന വേണ്ട. നീര് കെട്ടി ബുദ്ധിമുട്ടിയാൽ പറ്റില്ല. ഇനിയുള്ള കാലം നിരന്തരം ചലിക്കേണ്ട കാലുകളാണിത്. ഈ കാലുകൾക്ക് ഇനി വിശ്രമം കാണില്ല. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. ആ കാലുകൾക്ക് ബലം കൂടി. ഒരിക്കലും തളർന്നില്ല. അത് റബീഉൽ അവ്വൽ മാസമായിരുന്നു. ആ മാസം മധ്യത്തോടെയാണ് അലി റളിയല്ലാഹു അൻഹു ഖുബായിലെത്തിയത്. അലി റളിയല്ലാഹു അൻഹു എത്തിയ ശേഷം എല്ലാവരും കൂടി യസ്രിബിലേക്ക് നീങ്ങി. യസ്രിബ് ആഹ്ലാദം കൊള്ളുകയാണ്. ആവേശകരമായ സ്വീകരണം. അൻസ്വാറുകൾ മുഹാജിറുകളെ സ്വീകരിച്ചു. സ്വന്തം സഹോദരങ്ങളായിട്ടാണ് സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ സാഹോദര്യബന്ധം സുദൃഢമാക്കി. ചരിത്രം വിസ്മയിച്ചു പോയ സഹോദര്യബന്ധം. ഓരോ മുജാഹിറിനെയും ഓരോ അൻസാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സഹോദരനായി സ്വീകരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ സഹോദരൻ അലിയാകുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. സ്വഹാബികൾ സന്തോഷപൂർവ്വം ആ പ്രഖ്യാപനം സ്വാഗതം ചെയ്തു. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. താങ്ക് യു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.